ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള തൈര് വടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണല്ലോ തൈര് വട. അത് നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ വടയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഉഴുന്ന് വടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ഉഴുന്ന് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഞാനിത് കുറച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ വാങ്ങിക്കുന്ന പാക്കറ്റിലുള്ള അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് പൊടിച്ചതും പൊടിക്കാത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകല്ലേ, നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കട്ടെ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നാലേ നല്ല രീതിയിൽ ആ ഒരു വട പൊങ്ങി വരുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്കിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കൈ നല്ല രീതിയിൽ നനച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു വടൻ്റെ മാവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് അറ്റത്ത് വെച്ചിട്ട് ആ ഒരു വട ഷേപ്പിലാക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ അറ്റത്ത് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ തൈര് വടയിലേക്കുള്ള വടകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള തൈര് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പച്ചമുളക് അതുപോലെ ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് തൈരാണ് കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിൽ ഒരു 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ പോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റായിട്ട് നമുക്കിതൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ വട വെച്ച് കൊടുക്കുക. വടൻ്റെ മേളിൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കട്ടെ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു മിക്സ്ചറിൻ്റെ ബൂന്തി ഉണ്ടാവില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമല്ലോ, അപ്പോൾ അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. എല്ലാം കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണല്ലോ നമുക്ക് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തൈര് വട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്